വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ ആ വീട്ടിന് ചുറ്റുമുള്ള ആ ഒരു പൂന്തോട്ടം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെറുതായിട്ടുള്ള കൃഷികളുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഈ വീട്ടിൽ അദ്ദേഹം പരിപാലിച്ചു വരുന്ന ചെടികളും അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം. എനിക്ക് തോന്നുന്നു ശ്രീനിവാസന്റെ പോലെ തന്നെ ശ്രീനിവാസൻ കൃഷിയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വന്തമായി കൃഷി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ശ്രീനിവാസനെ പോലെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയായിരുന്നു സലിംകുമാർ. അദ്ദേഹത്തിന് കൃഷിയോടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടം നമുക്ക് ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും. അത്ര മനോഹരമായിട്ടാണ് ഈ വീട് അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഴിവ് സമയങ്ങൾ, വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള ചെറിയ കൃഷികൾ ചെയ്യും പരിപാലിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാന നിമിഷങ്ങൾ, അതായത് അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ വീട്ടിൽ തന്നെയായിരുന്നു. എപ്പോൾ വന്നാലും അദ്ദേഹത്തെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ സലിംകുമാറിന്റെ പ്രതികരണം തേടുക എന്ന് പറയുന്നത് കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് സ്ഥിരം കാഴ്ചയായിരുന്നു. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കും, നമ്മൾ പ്രതികരണം എടുക്കാൻ വരാൻ ആവശ്യപ്പെടും. അങ്ങനെ വളരെ സ്നേഹത്തോട്, എല്ലാവരോടും വളരെ സ്നേഹത്തോട് പെരുമാറിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു സലിംകുമാർ. അദ്ദേഹം വിടവാങ്ങുമ്പോൾ അത് മലയാള സിനിമയെ മാത്രമല്ല ഒരു നാടിനെ ആകെ കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു കാഴ്ച കൂടിയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു വിയോഗം. ഭാര്യയും മക്കളും 2 ആൺകുട്ടികളാണുള്ളത്. അവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വേഗം അദ്ദേഹം നമ്മളെ വിട്ടു പോകുമെന്ന്. വളരെ വേദനയോടുകൂടി തന്നെയാണ് ആ കുടുംബവും ഈ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്. എന്തായാലും സലിംകുമാർ എന്ന മഹാനടൻ അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ എന്നും നമ്മൾ ഓർത്തെടുക്കും. ആ സലിംകുമാർ എന്ന നടൻ എന്തായിരുന്നു എന്ന് നമ്മൾ എപ്പോഴും ഓർക്കും. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ അഭിലാഷ്, ദിവസവും നമ്മൾ സംസാരിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ഓരോ ഡയലോഗുകൾ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. വളരെ ദുഃഖിതയായ ഭാര്യയെ നമുക്ക് ഊഹിക്കാം. ആ കുടുംബത്തിന് എത്രമാത്രം വേദനയാണ് ഈ ഒരു നിമിഷം നൽകുന്നത്, എത്രയും വലിയ വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന്. പ്രത്യേകിച്ച് ഭാര്യ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് അദ്ദേഹം ആശുപത്രിയിലും മറ്റുമൊക്കെ ആയിരുന്നു. അപ്പോൾ വളരെ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരാണ്. ഒന്ന് ഭാര്യയും മറ്റൊന്ന് മകൻ ചന്തുവും. അവരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മൃതദേഹം വീട്ടിന്റെ പുറത്തേക്ക് എടുക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാരം. വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, വീട്ടു വളപ്പിൽ തന്നെയാണ്. മറ്റു ചടങ്ങുകളൊന്നും തന്നെ വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് തന്നെയാണ് കുടുംബം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നടൻ ദിലീപിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ, മകൻ ചന്തു അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് വരുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യ, ഒപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ. അവർ ഒന്നിച്ച് ഈ ഒരു മേഖലയിൽ തുടങ്ങിയവർ, ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തവർ, അത് മിമിക്രി വേദിയിലൂടെ തുടങ്ങി പിന്നീട് സിനിമയിൽ പോലും ആ ഒരു സൗഹൃദം, പല സൗഹൃദങ്ങളും നമ്മൾ കണ്ടതാണ്. അതിൽ ദിലീപ് സലിംകുമാർ, ഹരിശ്രീ അശോകൻ സലിംകുമാർ, കൊച്ചിൻ അനീഫ സലിംകുമാർ, അങ്ങനെ നിരവധി പേരുണ്ട് നമ്മൾ പറഞ്ഞു വെക്കും. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുണ്ട്. മമ്മൂട്ടിയുടെ മായാവി എന്ന ചിത്രത്തിലെ ഓരോ സീനും നമ്മളിപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്നതുണ്ട്. അങ്ങനെ എല്ലാം സലിംകുമാർ എന്ന നടനെ പല വിധത്തിലാണ് ആളുകൾ ഓർത്തെടുക്കുന്നതും. അഭിലാഷ് എന്തായാലും ഇനി അദ്ദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും എന്നേക്കുമായി വിട പറയുന്നു. മലയാള സിനിമാ ലോകത്ത് നിന്നും അദ്ദേഹത്തിന് വിട പറയുമ്പോൾ പക്ഷെ മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം എന്നും ഉണ്ടാകും. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരത്തോടു കൂടി തന്നെയാണ് കേരള സർക്കാർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ വിട നൽകുന്നത്. വീട്ടുവളപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. മറ്റ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇല്ലാതെ ഉള്ള ഒരു സംസ്കാരം തന്നെയാണ്. അദ്ദേഹം ആഗ്രഹിച്ചതും അത് തന്നെയാണ്, കുടുംബം നൽകുന്നതും അത് തന്നെയാണ്. അങ്ങനെ നമ്മളെ ഏറെ ചിരിപ്പിച്ച, ഒരുപാട് ചിന്തിപ്പിച്ച, ഇടയ്ക്കൊക്കെ കരയിപ്പിച്ച സലിംകുമാർ എന്ന മഹാനടൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. നാട് അദ്ദേഹത്തിന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ചുറ്റിനുമുണ്ട്. നമ്മൾ അഭിലാഷ് നേരത്തെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിലെ ആ ഒരു സന്ദേശം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച
ഒരു കുറിപ്പിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ എല്ലാ അദ്ദേഹം കടന്നു വന്ന ജീവിത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ താഴ്ചയിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിലും ചുറ്റുമുള്ളത്. അത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ഒപ്പമുണ്ട്. ഒരു നാട് തന്നെ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ ലാഫിംഗ് വില്ലയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി. പറവൂരിലെ ടൗൺ ഹാളിലും നമ്മൾ കണ്ടതാണ് എത്രമാത്രം ആളുകളാണ് സലിംകുമാർ എന്ന നടനെ സ്നേഹിക്കുന്നത്. സലിംകുമാർ എന്ന നടൻ മലയാളികൾക്ക് എത്രയും പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഈ ടൗൺ ഹാളിലും ഇപ്പോഴുള്ള വീട്ടിലും വരുമ്പോൾ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മകൻ ഒപ്പമുണ്ട്. വളരെ വേദനയോടുകൂടി തന്നെയാണ് മകനും അദ്ദേഹത്തെ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഏറെ വേദനയോടുകൂടി തന്നെയാണ് ആ കുടുംബം ഈ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് മകൻ ചന്തു സലിംകുമാർ സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ സലിംകുമാറിന്റെ മകൻ തന്നെ സലിംകുമാറിന് അഭിനയിക്കുന്ന പോലെ തന്നെയാണ്. സലിംകുമാറിൻ്റെതെന്ന് മാത്രം നമ്മൾ അവകാശപ്പെടുന്ന പല ഒരു അഭിനയ ശൈലിയുണ്ട്. ആ ശൈലി തന്നെയാണ് മകന് പകർന്നു നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മലയാളികളോട് വിട പറഞ്ഞ് പോകുന്നത്. എന്തായാലും വളരെ വേദനയോടുകൂടി തന്നെ നമുക്ക് പറയേണ്ടി വരും. സലിംകുമാർ എന്ന മഹാനടൻ, നമ്മളെ ചിരിപ്പിച്ച നടൻ ഇപ്പോൾ നമ്മളെ കരയിപ്പിക്കുകയാണ്. തീർച്ചയായും നവമി സൂചിപ്പിക്കുന്ന പോലെ മലയാളികളെ ഒന്നടങ്കം കുടുകുടാ ചിരിപ്പിച്ച നടൻ. എത്രയോ തിയേറ്ററുകൾ ഇളകി മറിഞ്ഞിരുന്നു ഈ സലീംകുമാറിൻ്റെ തമാശകൾ കേട്ട്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ട്. ഇപ്പോഴിതാ എല്ലാവരെയും വേദനയിലാഴ്ത്തി സലീംകുമാർ മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളും നമ്മളെ ഏറെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. ഒരു ഹാസ്യ നടൻ എന്ന നിലയിൽ 1996 മുതൽ തുടങ്ങിയ യാത്രയായിരുന്നു. പക്ഷേ പിന്നീട് ദേശീയ പുരസ്കാരത്തിലേക്ക് അദ്ദേഹത്തിന് ആദാമിൻ്റെ മകൻ അബു പോലെയുള്ള ചിത്രങ്ങളിലൂടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അത് മലയാളികളെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള സലീംകുമാർ ആണ് ഇപ്പോൾ വിട പറയുന്നത്. ഇതാ ആ വസതിയിൽ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ അടക്കം അദ്ദേഹം കുറിച്ചിട്ട വാക്കുകൾ നേരത്തെ നവമി അത് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അതായത് ഈ ആൾക്കൂട്ടമൊക്കെ ഏറെ വേദനയോടെയാണ് സലീംകുമാറിന് വിട പറയുന്നത് എങ്കിൽ പോലും ഒരുപക്ഷെ താൻ മരണത്തിലേക്ക് ഏറെ അടുത്തിരിക്കുന്നു എന്ന് പുറം ലോകത്തോട് കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ വളരെ കൃത്യമായി സലീംകുമാർ പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അസ്തമയം അകലെയല്ല, ഈ മഹാസാഗരത്തിലെവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാമെന്നും തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ വഞ്ചിയിൽ ദ്വാരങ്ങൾ വീണ് കഴിഞ്ഞു എന്നും അദ്ദേഹം വളരെ കൃത്യമായി വൈകാരികമായ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ഇവിടെ ഇതാ എല്ലാവരെയും വേദനയിലാഴ്ത്തി തൻ്റെ സ്വപ്ന ഭവനം ലാഫിംഗ് വില്ലയിലേക്ക് അവസാനമായി സലീംകുമാർ എത്തിയിരിക്കുന്നു. വിട പറയാൻ അവിടെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് ഇപ്പോഴും കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.